നഷ്ടത്തിലോടുന്ന സ്റ്റാർട്ടപ്പുകൾ ഹ്യൂജ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അവരെന്തായിരിക്കും ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നുണ്ടാവുക? എങ്ങനെയായിരിക്കും കൺവിൻസ് ചെയ്യുന്നുണ്ടാവുക? നോക്കിയാലോ. സൊമാറ്റോ നഷ്ടത്തിലോടുന്ന സമയത്താണ് അവിടെ സെക്വോയും ഇൻഫോഎഡ്ജും വരുന്നത്. യൂബർ നഷ്ടത്തിലുള്ള സമയത്താണ് അവിടെ സോഫ്റ്റ് ബാങ്ക് വരുന്നത്. ഫ്ലിപ്കാർട്ട് നഷ്ടത്തിലുള്ള സമയത്താണ് അവിടെ ടൈഗർ ഗ്ലോബൽ വരുന്നത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. നാളെ ഞങ്ങൾ ഈ ഫണ്ടിങ് നിർത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നാളെ നിങ്ങളെക്കാൾ വലിയൊരു പ്ലെയർ മാർക്കറ്റിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിൽ ശരിക്കും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്താണ്? നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡിസ്കൗണ്ട്സ്, പ്രീമിയം, ഈ കാര്യങ്ങളൊക്കെ നിർത്തിയാൽ കസ്റ്റമേഴ്സ് എങ്ങനെ റിട്ടേൺ ചെയ്യും? ഒരു 5 to 7 കൊല്ലത്തിനുള്ളിൽ എങ്ങനെ ഞങ്ങൾ എക്സിറ്റ് ചെയ്യിക്കും? ആരാണ് ഈ കമ്പനി ഏറ്റെടുക്കുക? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ. സൊമാറ്റോനോടും യൂബറോടും ചോദിച്ച ഇതേ ചോദ്യങ്ങളാണ് നിങ്ങളോടും ചോദിക്കാൻ പോകുന്നത്. ഇവിടെ ലോസ് ഉള്ളത് വിഷയമല്ല, പക്ഷേ തെളിയിക്കാൻ പറ്റണം അതൊരു പ്രോഫിറ്റബിൾ ലോസ് ആണ് എന്ന്. ചില ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ അവിടെ ഫിനാൻഷ്യൽസ് വേണമെന്നില്ല, കണക്കുകൾ കാണിക്കണമെന്നില്ല, നല്ല ഉത്തരങ്ങൾ മതി, നല്ല ആൻസേഴ്സ് മതി. അപ്പോൾ ലോസ് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി, പൈസ പിന്നാലെ വന്നോളും. ഒരു ഉദാഹരണം പറയാം. 1 കോടി രൂപ സ്പെൻഡ് ചെയ്തു. 1 കോടി രൂപയ്ക്ക് ഒരു 80 ലക്ഷം യൂസേഴ്സിനെ അക്വയർ ചെയ്തു. ഒരു മാസം അവരെ റിട്ടേൺ ചെയ്തു ഫ്രീ ആയിട്ട്. പിറ്റേ മാസം മുതൽ 1 രൂപ അവരുടെ പ്രൊഡക്റ്റിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് മുതൽ ആ 80 ലക്ഷം രൂപ പ്രോഫിറ്റാണ് കമ്പനി. ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ലോസിൻ്റെ എക്സ്പ്ലനേഷൻ? കമൻറ്റ് ബിലോ.